ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പി ആയാലോ. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു തവണ നിങ്ങൾ മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടി പറ്റിയ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ പാത്രം ഒന്ന് ചൂടാവുന്ന സമയത്ത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അതിനുശേഷം വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും സവാളയും ഒരു പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തു. അതിനുശേഷം ഒരു പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ സവാള ഒന്ന് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വഴണ്ടി വരും. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു തക്കാളിയാണ് കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്തു. ഇതും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ആ തക്കാളിയൊക്കെ ആ ഉള്ളിലേക്കൊന്ന് പിടിച്ച് ഉടഞ്ഞു വരും. ആ സമയത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോയിൽ ചെയ്ത എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ ചാറ് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നെടുകി ഒന്ന് കീറിയിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ മുകളിലൊക്കെ എണ്ണ സ്പ്രെഡ് ചെയ്ത് വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ എഗ്ഗ് കറിയും അപ്പവുമാണ് കേട്ടോ ഞാൻ ഇന്ന് കോംബോ ആയിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള തനി നാടൻ റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.